പ്രിയമുള്ളവരെ, വചനജ്വാല 1678 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 5 ഞായറാഴ്ച. എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സ്മരണ പുതുക്കുന്ന ഉയിർപ്പ് ഞായർ. എല്ലാ തിരുനാളുകളിലും വെച്ച് ഏറ്റവും വലിയ തിരുനാളാണ് നമ്മുടെ കർത്താവിന്റെ ഉയർപ്പ് തിരുനാൾ. ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യായുസ്സിലും വിശ്വസിക്കുന്ന നമുക്ക് പുനരുത്ഥാനം ആശ്വാസമാണ്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് കുരിശുമരണം വരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സ്മരണ പുതുക്കുന്ന ഉയർപ്പ് തിരുനാൾ. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ പുണ്യദിനം. എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ ഹൃദ്യമായി ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ജെറേമിയായുടെ പുസ്തകം 48-ാം അധ്യായം 11 മുതൽ 29 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. മദ്യത്തിന്റെ മട്ടിൽ പുതഞ്ഞ് മോവാബ് യൗവനം മുതൽ സ്വസ്ഥമായിരുന്നു. പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് അത് പകർന്നില്ല, പ്രവാസത്തിലേക്ക് പോയതുമില്ല. അതിന്റെ രുചിക്കോ ഗന്ധത്തിനോ മാറ്റം വന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, പകരുന്നവരുടെ കയ്യിൽ അത് ഞാൻ ഏൽപ്പിക്കും. അവർ ആ പാത്രങ്ങൾ ശൂന്യമാക്കും, ഭരണികൾ ഉടച്ചു കളയും. തങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരുന്ന ബഥേലിനെ കുറിച്ച് ഇസ്രായേൽ ഭവനം ലജ്ജിച്ചതുപോലെ കൊമേഷിനെ കുറിച്ച് മോവാബും ലജ്ജിക്കും. വീരന്മാരും ശക്തന്മാരുമായ യോദ്ധാക്കളാണെന്ന് നിങ്ങൾക്കെങ്ങനെ അഭിമാനിക്കാൻ കഴിയും? സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് അരുളി ചെയ്യുന്നു, മോവാബിന്റെയും അവന്റെ നഗരങ്ങളുടെയും സംഹാരകൻ വന്നെത്തിയിരിക്കുന്നു. അവന്റെ യുവാക്കളിൽ വീരന്മാർ വധത്തിനേൽപ്പിക്കപ്പെടുന്നു. മോവാബിന്റെ നാശം സമീപിച്ചു, അവന്റെ യാതന പാഞ്ഞെത്തുന്നു. അവന് ചുറ്റുമുള്ളവരെ, അവന്റെ നാമം അറിയുന്നവരെ, അവരെ ഓർത്ത് വിലപിക്കുവിൻ. അവന്റെ ശക്തവും ശ്രേഷ്ഠവുമായ ചെങ്കോൽ തകർന്നല്ലോ. ദീബോൻ നിവാസികളെ, ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വരിക, വരണ്ടു വിണ്ട നിലത്തിരിക്കുക. നവാബിന്റെ സംഹാരകൻ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ കോട്ടകൾ തകർത്ത് കളഞ്ഞു. അരോവേർ നിവാസികളെ, വഴിയരികിൽ വന്ന് ചുറ്റും നോക്കുക. പലായനം ചെയ്യുന്നവരോടും കൂടെ ഓടി രക്ഷപ്പെടുന്നവനോടും എന്ത് സംഭവിച്ചു എന്ന് ആരായുക. മോവാബ് തകർന്നു, അവൾ അപമാനിതയായിരിക്കുന്നു. അതിനാൽ വിലപിച്ചു കരയുക. മോവാബ് ശൂന്യമായെന്ന് അർണോൺ തീരത്ത് വിളിച്ചു പറയുക. പീഠഭൂമി ഹോളോൺ, ജസ്ര, മൊഹാത്ത്, ദീബോൻ, നേഭോ, ഗദ്ബിക്, ലഥായിം, കരിയാത്തീം, ബത്കാമുൽ, ബദ്മയോൺ, കെരയോത്, ബസ്ര ഇവയുടെ മേൽ ന്യായവിധി വന്നിരിക്കുന്നു. അടുത്തും അകലെയുമുള്ള
എല്ലാ മൊവാബ്യ നഗരങ്ങളുടെയും മേൽ ന്യായവിധി നിബന്ധിച്ചിരിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, മൊവാബിന്റെ കൊമ്പ് വിച്ഛേദിക്കപ്പെട്ടു, കരം തകർന്നു. കർത്താവിനെതിരെ തന്നെത്താൻ ഉയർത്തിയതിനാൽ മൊവാബിനെ ഉന്മത്തനാക്കുക. അവൻ ഛർദിയിൽ കിടന്നുരുളട്ടെ, അവനും അവമാനിതനാകട്ടെ. ഇസ്രായേൽ നിനക്ക് നിന്ദാപാത്രമായിരുന്നില്ലേ? അവനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം പുച്ഛിച്ച് തലയാട്ടാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരുന്നു. മൊവാബ് നിവാസികളെ, നഗരങ്ങൾ വിട്ടകലുവിൻ, പാറക്കെട്ടുകളിൽ വാസമുറപ്പിക്കുവിൻ, ഗുഹാപാർശ്വങ്ങളിൽ കൂടുകെട്ടി പ്രാവുകളെ പോലെ കഴിയുവിൻ. മൊവാബിന്റെ അഹംഭാവം ഞങ്ങൾ അറിയുന്നു. എന്തൊരു അഹങ്കാരം, എന്തൊരു നാട്യം, എന്തൊരു ഗർവ്! ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ വിൻസെന്റ് ഫെററെ അനുസ്മരിക്കുന്ന പൊൻസുദിനം കൂടെയാണ്. ചെറുപ്പം മുതൽ ഉപവാസവും പഠനവും പ്രാർത്ഥനയും അഭ്യസിച്ചു. 18-ാം വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. 28-ാം വയസ്സിൽ ഡോക്ടറേറ്റ് നേടി. പാപം, മരണം, വിധി, നരകം, നിത്യത്വം എന്നീ വിഷയങ്ങളിലെ പ്രസംഗം ശ്രോതാക്കളെ കരയിപ്പിച്ചിരുന്നു. വിധിയുടെ മാലാഖ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഭാഷാവരവും അത്ഭുതവരവും സിദ്ധിച്ചിരുന്നു. ബാർസിലോണിയയിലെ മെത്രാന്റെ മുടന്ത് മാറ്റിയിട്ടുണ്ട്. അനേകം മുസ്ലിങ്ങളെയും യഹൂദരെയും മാനസാന്തരപ്പെടുത്തിയിട്ടുമുണ്ട്. 60-ാം വയസ്സിൽ പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസം സ്വർഗീയ വിരുന്നിനായി അദ്ദേഹം വിളിക്കപ്പെട്ടു. വിശുദ്ധ വിൻസെന്റ് ഫെററിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സ്മരണ പുതുക്കുന്ന ഉയർപ്പ് തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.